കരുവാരക്കുണ്ട് പഞ്ചായത്ത് അഴിമതിക്കെതിരെ UDF നടത്തുന്ന പ്രകടനവും ധർണയുമാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, കാലത്തിന് പെയിന്റടിക്കുന്നു എന്ന പേരിലും ലക്ഷങ്ങൾ അഴിമതി നടത്തി അർഹരായവരുടെ അവകാശങ്ങൾ കവർന്നെടുത്തും കരുവാരക്കുണ്ട് പഞ്ചായത്തിന് അഴിമതിയുടെ കൂത്തുരങ്ങാക്കി മാറ്റിയ CPIM ഭരണസമിതിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് UDF പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരുന്നത്. UDF നടത്തുന്ന ശക്തിപ്രകടനമാണ് ഈ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, പഞ്ചായത്ത് പ്രവേശിക്കാൻ കഴിയാതെ പോലീസ് ബാരിക്കേഡ് കെട്ടി പ്രവർത്തകരെ തടഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, കുട്ടിസഖാക്കൾ കയറിനിറങ്ങി നമ്മുടെ നാടിന് മാനക്കേട്. കട്ടില് വന്നു, കോഴി വന്നു, മതില് വന്നു, കോൺക്രീറ്റ്, എല്ലാം സ്വന്തക്കാർക്ക്, എല്ലാം ബന്ധുക്കാർക്ക്. ചുള്ളിയോടുള്ളൊരു അമ്മായി KCB-ക്കൊരു കുളമുണ്ടാക്കി. തൊഴിലുറപ്പ് തൊഴിലാളികളെ പറഞ്ഞു പറ്റിച്ച് അടിച്ചു മാറ്റിയ ലക്ഷങ്ങൾ. ഗൾഫിലുള്ള കുട്ടിസഖാക്കൾ ഏത് മേഖലയിൽ കൈവച്ചാലും അവിടെയെല്ലാം അഴിമതികളാണ് നടക്കുന്നത് ഇടതുപക്ഷ ഭരണത്തിൽ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 10 കോടി രൂപ നമുക്ക് കിട്ടിയിട്ട് അതൊന്നും ചെയ്യാൻ പറ്റാതെ ഇത്രയും കാലം അവസാന നാള് വരെ അതൊന്നും ചെയ്യാതിരുന്ന് ഫണ്ട് ലാപ്സാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ UDF-ന്റെ ആളുകളെയും എല്ലാം വിളിച്ച് യോഗം ചേരാൻ അവർ തീരുമാനിച്ചത്. ഇത്രയും കാലം ആ ഫണ്ട് ലഭിച്ച അന്ന് മുതൽ ഇന്ന് വരെ അതിനുവേണ്ടി ഒരു ശ്രമവും നടത്താതെ ഏറ്റവും അവസാനം ലാപ്സാകുമെന്ന് വരുന്ന ഒരു സമയത്ത് അത് UDF-ന്റെ തലയിലേക്ക് കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നമുക്കറിയാം, കരുവാരക്കുണ്ട് കിഴക്കേ തലയിൽ നമുക്ക് പുതിയതായ ഒരു ബസ് സ്റ്റാൻഡിന് സ്ഥലം ലഭിച്ചിരുന്നു. അതിലെ എഗ്രിമെന്റ് വളരെ വ്യക്തമാണ്, എല്ലാവർക്കും അറിയാം. അവരുടെ സമ്മതമില്ലാതെ ബസ് സ്റ്റാൻഡ് അല്ലാതെ മറ്റൊരു സ്ഥാപനം അവിടെ കൊണ്ടുവരണമെങ്കിൽ അത് സാധ്യമല്ല എന്നുള്ളതും എല്ലാവർക്കും അറിയാം. എന്നിട്ടും അവസാനം അതിനുവേണ്ടി ആ സ്ഥലം മാറ്റിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് മീറ്റിംഗ് വിളിക്കുകയും വന്നത്. ഞങ്ങൾ തന്നെയാണ് ഈ പഞ്ചായത്ത് ഓഫീസ്, ഇപ്പൊ ഞങ്ങളും നിങ്ങളൊക്കെ ഇരിക്കുന്ന ഈ പഞ്ചായത്ത് ഓഫീസിന് ഈ കെട്ടിടം നിർമ്മിച്ചത് ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതി. UDF ഉണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ മുൻപിലൊക്കെ CPM-ന്റെ സമരം ഉണ്ടായിട്ടുണ്ട്. പ്രതിഷേധ സമരം കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്തിനധികം പുൽവട്ടയിലേക്കൊരു പാലം പുന്നക്കാട് നിർമ്മിച്ചപ്പോ അതിനെതിരെ സമരം ചെയ്തവരാ കരുവാരക്കുണ്ടിലെ മാർക്സിസ്റ്റുകാർ. കക്കറയിൽ നിന്ന് ജാഥ വന്നത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അവ എല്ലാത്തിനും സമരം ചെയ്യുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി. നമ്മളെ സംബന്ധിച്ചിടത്തോളം
നമ്മൾ വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സമരം ചെയ്യുക. കാരണം നമ്മുടെ ആളുകളൊക്കെ തൊഴിലുള്ളവരാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ ഞങ്ങൾ ഇന്നലെ നട്ടുച്ചക്ക് ജാഥ മുദ്രാവാക്യം വിളിച്ച് കുറേ ആളുകൾ പോകുന്നു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ എന്ന് പറഞ്ഞിട്ട് മാർച്ച് നടത്തുകയാണ്. നട്ടുച്ച നേരത്ത് കുറച്ച് പെണ്ണുങ്ങളും കുറച്ച് ആളുകളും ഒക്കെ പണ്ടേ ഈ തോളിൽ സഞ്ചിട്ടിട്ട് കാടിനും മനയുമൊക്കെ പറ്റി പാട്ട് പാടി നടക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർക്ക് TV അറിയില്ല, വാട്സപ്പ് അറിയില്ല, സോഷ്യൽ മീഡിയ ഒന്നും അറിയില്ല. പിണറായി വിജയൻ എന്താ പറയുന്നു അതങ്ങ് വേദവാക്യമായി ഉരുണ്ട് മുഴുകി പോകുന്ന ഒരു വിഭാഗം ആളുകൾ എന്തിനും ജാഥ നടത്തണം. അതേപോലെ UDF കിട്ടൂല. UDFക്കൊക്കെ ഏർപ്പാടുണ്ട്. അവർ കാര്യങ്ങളൊക്കെ പരിശോധിക്കും. വളരെ അത്യാവശ്യമാണെന്ന് തോന്നുന്നതിന് മാത്രമേ ജാഥയിലും പ്രകടനത്തിലൊക്കെ കിട്ടൂ. അതുകൊണ്ട് നമുക്ക് അവരെ അപേക്ഷിച്ച് അനാവശ്യ സമരങ്ങൾ കുറവാണ്. അത്യാവശ്യ സമരങ്ങൾ മാത്രമേ നമ്മൾ നടത്താറുള്ളൂ. അതിൻ്റെ ഭാഗമായാണ് നമ്മളിങ്ങനെ ഒരു സമരം സംഘടിപ്പിച്ചത്. ഞങ്ങൾ ഈ പഞ്ചായത്ത് രൂപീകൃത കാലഘട്ടം മുതൽ ഇക്കഴിഞ്ഞ 4 വർഷം വരെ പഞ്ചായത്തിൽ ഭരിച്ചത് ഞങ്ങൾ തന്നെ, UDF തന്നെ. അധിക കാലം ഭരിച്ചത് ഞങ്ങളാണ്. പൊറ്റയിൽ കുഞ്ഞുമേരി മുസ്ലിയാർ മുതൽ പൊറ്റയിൽ ആയിഷ വരെ, അതിനുശേഷം മണ്ഡലം കുഞ്ഞാനും അതുപോലെയുള്ള ആളുകളും പ്രസിഡന്റുമാരായിട്ടും ഈ JK അലക്സ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, അതേപോലെ MK മുഹമ്മദ് അലി, V ആബിദ് അലി, അതേപോലെ ഈ വേദിയിലുള്ള ഗോപാലകൃഷ്ണൻ, ഹംസക്കുട്ടി, നാസർ, അതേപോലെ മുഴുവൻ നേതാക്കളെയും ഈ 2 ദിവസമായി പ്രചരണ ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ട്. കരുവാരക്കുണ്ടിന്റെ മുഴുവൻ സ്ഥലങ്ങളിലും ഏറെ പ്രമുഖരായ വിശിഷ്ട നേതാക്കന്മാരെ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഈ കത്തിജ്വലിക്കുന്ന സൂര്യന് കീഴിൽ ഒരു പ്രതിഷേധത്തിൻ്റെ അണയാത്ത ജ്വാലയുമായി ഈ കരുവാരക്കുണ്ട് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലേക്ക് ഐക്യ ജനാധിപത്യം നടത്തിയ ഈ പ്രതിഷേധ മാർച്ചിന് ആധാരമായ മുഴുവൻ വിഷയങ്ങളെക്കുറിച്ചും അധ്യക്ഷനോട് സമഗ്രമായി ആധികാരികമായി പ്രതിപാദിച്ചിരിക്കുകയാണ്. ഈ വേദിയിൽ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായുള്ള UDFന്റെ നേതാക്കന്മാരുടെ പ്രതിഷേധത്തിന്റെ വാക്കുകൾക്കായി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഞാൻ എല്ലാവരുടെയും പ്രസംഗം ഇതിൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിന്റെ പേരിൽ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമാണ് ഒരു കാര്യം മാത്രം ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസാന്നിധ്യം ഒരു ചെറിയ കൈപ്പിഴയിൽ നിന്നാണ് CPM നേതൃത്വത്തിൽ ലഭിച്ചത് എന്നുള്ള വിവരം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അതിനുവേണ്ടി നാട് കൊടുക്കേണ്ടി വരുന്ന ഒരു വലിയ വിലയാണ് വികസന മുരടിപ്പിന്റെയും അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ഒക്കെ പ്രതീകമായി ഒരു ഭരണസമിതി മാറുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ രാവും പകലും ഇന്ത്യൻ പാർലമെന്റ് സമ്മേളിപ്പിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധിയുടെ സങ്കല്പത്തിലുള്ള ഗ്രാമസ്വരാജിന് പൂർണ്ണ നൽകാൻ പഞ്ചായത്ത് രാജ് നഗരപാലികാ നിയമം അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആ വിപ്ലവകരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കരുവാരക്കുണ്ടടക്കമുള്ള കേരളത്തിലെ ആയിരക്കണക്കിന് ഗ്രാമപഞ്ചായത്തുകൾക്ക് അനന്തമായ അധികാരം നൽകുന്ന ആ നിയമം പാസാക്കിയെടുത്തത്. ആ രാജീവ് ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധി കരുവാരക്കുണ്ടിനെയും വണ്ടൂരിനെയും വയനാടിനെയും പ്രതികരിച്ചുകൊണ്ട്
ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഉജ്ജ്വലമായ ഭൂരിപക്ഷവുമായി കടന്നുപോയതിൻ്റെ ശേഷം നമുക്കറിയാം ഈ നാടിന് നൽകിയ വികസനത്തിന്റെ എണ്ണിയിലൊടുങ്ങാത്ത സംഭാവന.